ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കിരീടം കണി കാണാൻ കിട്ടാത്തതിന്റെ പേരിൽ RCBയുടെ ആരാധകരും വിരാട് കോഹ്ലിയുടെ ആരാധകരും ഒക്കെ കേട്ട പുച്ഛങ്ങളും പരിഹാസങ്ങളും ഒട്ടും ചെറുതായിരുന്നില്ല. പക്ഷേ കാലത്തിന്റെ കാവ്യനിധി പോലെ അടിക്കാതിരുന്ന കിരീടം അടിക്കുമ്പോൾ തുടർച്ചയായിട്ട് രണ്ടെണ്ണം തന്നെ അടിച്ച് വിരോധികളുടെ അണ്ണാക്കിലടിച്ചു കൊടുക്കാൻ കിങ് കോഹ്ലിക്കും അദ്ദേഹത്തിന്റെ പടയാളികൾക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കാലത്തിന്റെ കാവ്യനീതി എന്ന് തന്നെ പറയാം. ചേസ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഏകഛത്രാധിപതിയെ പോലെ തുടരെയുള്ള വിക്കറ്റുകൾ കൂട്ടാളികളുടെ കൊഴിഞ്ഞു വീണാലും തന്റെ ബാറ്റിന് ശൗര്യം അടക്കാൻ കഴിയില്ല എന്ന് വിരാട് കോഹ്ലി തെളിയിച്ചു. അജയ്യനായി ഗുജറാത്ത് ടൈറ്റൻസ് അവരുടെ സ്വന്തം തട്ടകത്തിൽ ഉയർത്തിയ 155 എന്ന സ്കോർ അലസസുന്ദരം അനായാസം കോഹ്ലിയും സംഘവും മറികടന്നു. തുടക്കത്തിൽ തന്നെ വിരാട് കോഹ്ലിക്കൊപ്പം ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങിയ കഴിഞ്ഞ സീസണുകളിൽ KKRന്റെ തുറുപ്പുചീട്ടായിരുന്ന RCBയുടെ പുതിയ ടൈക്കൂൺ വെങ്കടേഷ് അയ്യർ തുടങ്ങിയ അടി പിന്നീട് വന്നവരെല്ലാം മൃതം അതുപോലെ കാത്തു സൂക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിതാറിന് മുമ്പ് വന്ന പഠിക്കല് വന്ന പോലെ മടങ്ങി പിന്നീട് വന്നവരുമായിട്ടെല്ലാം കോഹ്ലി അവിടെ പിടിച്ചു നിന്ന് നല്ല രീതിയിൽ ഇന്നിങ്സ് ബിൽഡ് ചെയ്ത് അജയനായി വിക്കറ്റ് കാത്തു സംരക്ഷിച്ച് ഏകഛത്രാധിപതി കോഹ്ലി ആ കിരീടം തന്റെ തലയിൽ വെച്ചു. ഭുവനേശ്വർ കുമാറിന് പർപ്പിൾ ക്യാപ്പ് കിട്ടിയില്ല എന്നുള്ളതായിരുന്നു ഇന്നത്തെ മത്സരത്തിലെ സങ്കടം. സലാം റാസിഖ് വളരെ മികച്ച ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചു. ഏതായാലും RCBയുടെ ആരാധകർക്ക് ആഘോഷിക്കാനുള്ള രാത്രി ഇന്ന് സമ്മാനിക്കാൻ കോഹ്ലിപ്പടയ്ക്ക് കഴിഞ്ഞു.